ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുരിങ്ങേൻ്റെ പൂവ് വറവാക്കാം. ഇതിലൂടെ എല്ലാം കൊടുന്നിട്ട് നേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മെനിങ്ങാന്ന് അപ്പു വരുമ്പോൾ അവിടെ ഹോസ്റ്റലിൽ കുറേ ഉണ്ട് മരം. അപ്പം അങ്ങനെ പൂവുണ്ടമ്മ കൊണ്ടുവരട്ടേന്ന് ചോദിച്ചേ. അപ്പൊ കുട്ടികൾക്ക് ചെറുത്തിലാക്കി കൊടുത്ത ഓരോ ഓർമ്മയ്ക്ക് അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം കിട്ടലില്ല ഇത് കൊറേ ആയിട്ട്. അപ്പൊ ഇത് കിട്ടിയതിന് ഇഷ്ടം എനിക്കിത് പൂവ്. അപ്പൊ ഇതാക്കാം നമുക്കല്ലേ. മുരിങ്ങപ്പൂവിന് ഉള്ളിയും പച്ചമുളകും കുറച്ച് തേങ്ങയും പിന്നെ മുട്ടയും. തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചുള്ളി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് മുറിച്ച് വെക്കാം. വെച്ചിട്ട് കഴുകി വെക്കാം. എന്താ ഓട്ടപാത്രത്തില് നല്ല പാങ്ങിൽ കഴുകിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് എടുത്ത് വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അവരുടെ ഉള്ളിയും പച്ചമുളകും ഓർക്കാപ്പുറത്ത് ഒരു പാട്ട് പറഞ്ഞ നല്ല പാട്ട് പാടാ. ഇപ്പൊ നമ്മൾക്ക് പാട്ട് പാടുന്ന് പറയുമ്പോ ഒരു പാട്ടും കിട്ടില്ല പറയുന്നത്. അത് പറയാൻ പോയാ ഇതെന്തെല്ലാം പാട്ട് അങ്ങനല്ല ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ഒരു പാചകം ചെയ്യുമ്പോ നമ്മൾ പാട്ട് പാടിയോണ്ട് കുശിയിലാക്കിയെങ്കിൽ ടേസ്റ്റ് ജാസ്തി. അതെ അങ്ങനെയാ. അങ്ങനെയുണ്ട്. അപ്പൊ ഉള്ളിയെല്ലാം നല്ല കുറച്ച് ബാടിഞ്ഞതാ. ഇപ്പൊ നമുക്ക് ഈ പൂവിനെ ഇട്ട് കൊടുക്കില്ലേ. പൂട്ട് കൊടുക്കല്ലേ. മുരിങ്ങ പൂട്ട് നല്ല മണവറുണ്ടല്ലേ. ഇത്ര ടേസ്റ്റിനുള്ള ഉപ്പ് എന്തോ ഒരു ഇതാക്കുന്നുണ്ട്. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി കണ്ട് പെണ്ണിനെ കണ്ടീനാ. അല്ല അങ്ങനെയല്ല പറയുന്നേ. ഇപ്പൊ ഇതില് മുട്ട ഇടുവല്ലേ. 4 മുട്ട മുരിങ്ങപ്പൂവിന്റെ വറവക്ക്. അതെ 4 മുട്ടല് വറവക്കാം. വിദ്യ ഇതിങ്ങനെ 3 വറ പറിക്കാം മുട്ടക്ക്. ഇങ്ങനെ നോക്കാം. മേലെ 3 മുട്ട വെച്ചിട്ട് കൺകട്ട് വിദ്യയാണ്. എന്താ നല്ല ഇതെല്ലാം അറിയണ്ടല്ലേ. എന്ത് പറയുന്നത് ഇത് ജാദുഗർ. ഹിന്ദിയില് പാട്ടാ. നല്ല ഹിന്ദി പാട്ട് പാടുന്നുണ്ട്. ഹിന്ദി അറിയണ്ടല്ലോ പാട്ട്. ഹിന്ദി പാട്ട് അത് നല്ല പാട്ടല്ലേ, ഷാറുഖ് ഖാന്റെ പാട്ട്. അപ്പൊ അത് ഞാനിങ്ങനെ കേട്ടോണ്ടുണ്ടാവും. എനിക്കിഷ്ടം അതല്ല പാട്ടാണ്. പെട്ടെന്നായി. ഇത് പിന്നെ ജാസ്തി നേരമൊന്നും വേണ്ട. പിന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇപ്പൊ ഇത് നോക്ക്, മുട്ട വറവിന്റെ അങ്ങനെയുണ്ട്. കുറച്ച് ഇതിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ മുട്ട ഇടുവല്ലേ. അപ്പൊ അങ്ങനെ ആ മുട്ടേന്റെ ഒരു പൊടിച്ച് സ്മെല്ലുണ്ടാവും. അതൊന്ന് മാറി കിട്ടാൻ ഇതാ കുറച്ച് തുള്ളി
മഞ്ഞപ്പൊടി ലേശിട്ട് കൊടുക്കും. വെന്ത് ഒരു 10 മിനിറ്റിന്റെ പണിയേ ഉള്ളൂ. തേങ്ങ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. മുട്ട ഇട്ട് കൊടുക്കാം. വലുത് നമ്മൾ മുട്ട ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറവ് റെഡിയായി. നല്ല മുട്ട ഇട്ടപ്പോ ഇനിയും മണം ജാസ്തിയായി. ബസ്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ മുറുങ്ങപ്പൂന്റെ ഒരു ടേസ്റ്റ് നോക്കാം. നല്ല ചൂടുണ്ട് പുക വരും. അടിപൊളിയായിട്ടുണ്ടാവും. എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ആക്കി നോക്കിട്ട് ആ ടേസ്റ്റ് പറയണം. അതെ അതെ, നല്ലുണ്ടോ നല്ലല്ലേ, നമ്മളിപ്പോ ആക്കിന് നല്ലുണ്ടെന്ന് പറയുന്നു, ആ ടേസ്റ്റ് പറയണം. അതെ, നല്ല ടേസ്റ്റ് നോക്കുന്നുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല, സൂപ്പർ ആയിട്ട്. സൂപ്പർ. കഞ്ഞിക്കും ചോറുക്കും ദോശക്കെല്ലാം സൂപ്പർ. നീർദോശ ആക്കിയിട്ട് ഇത് ഈ വറവ് നല്ല ഉണ്ടാവും. അടിപൊളിയല്ല. അങ്ങനെ നമ്മള് ഇത് മുരിങ്ങ ചപ്പ് പൂവും പിന്നെ മുട്ട ഇട്ടിട്ട് വറവാക്കിയിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായാലും വലുത്. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ്. ബൈ.